പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേക അഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സ്വർഗത്തിൽ നിക്ഷേപമുള്ളവർ എന്നതിനെക്കുറിച്ചാണ്. ഒരു നിമിഷം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഈ രക്ഷയുടെ ദൂത് അവിടുന്ന് ലോകത്തിലെ അനേക കോടി മക്കൾക്ക് വേണ്ടി സജ്ജീകരിക്കുമ്പോൾ ഈ രക്ഷാകരമായ വിരുന്നിലേക്ക് പങ്കെടുക്കുവാൻ എല്ലാ മക്കളെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ഇപ്പോൾ പലവിധ ജോലികളിലും പല തടസ്സങ്ങളിലുമായി വചനം കേൾക്കാൻ തടസ്സപ്പെട്ടിരിക്കുന്ന ദൈവമക്കൾക്ക് തടസ്സങ്ങൾ മാറ്റി ദൈവവചനം കേൾക്കാൻ തക്കവണ്ണം കുടുംബങ്ങളിൽ അവിടുന്ന് അന്തരീക്ഷങ്ങളെ ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഈ വചനം കേൾക്കാതിരിക്കാൻ തക്കവണ്ണം പിശാച് തൻ്റെ ഇഷ്ട നിർവഹണത്തിന് വേണ്ടി കെട്ടിയിട്ടിരിക്കുന്നവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അഴിച്ചു വിടുന്നു. ദൈവത്തിൻ്റെ മക്കൾ ഒന്നു ചേരട്ടെ, വചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് ഹൃദയങ്ങൾ നിറയട്ടെ. കർത്താവെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതമായ അഭിഷേകം ഇപ്പോൾ അവിടെ നൽകണമേ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക. കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും ഇപ്പോൾ കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവ് കുടുംബത്തിൽ നിറയുന്നതിന് വേണ്ടി, എല്ലാ കുടുംബാംഗങ്ങളിലേക്കും പരിശുദ്ധാത്മാവ് നിറയുന്നതിന് വേണ്ടി സ്തുതിക്കുന്നു. സമൂഹങ്ങളിലുള്ളവർ ഇപ്പോൾ കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് പ്രാർത്ഥിക്കുക. ഈ വചനം കേൾക്കുന്ന എല്ലാവരും, കടയിലിരിക്കുന്നവരും റോട്ടിലിരിക്കുന്നവരും ഭവനത്തിൽ ഇരിക്കുന്നവരും സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരും എല്ലാവരും ഇപ്പോൾ കണ്ണടച്ച് രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ ഹൃദയങ്ങളിലേക്ക് പ്രവഹിക്കണമേ. പരിശുദ്ധാത്മാവെ കുടുംബങ്ങളിലേക്ക് നിറയണമേ. ഈ വചനം കേൾക്കാൻ, വചനം സ്വീകരിക്കാൻ, വചനാഭിഷേകം പ്രാപിപ്പാൻ, നിത്യരക്ഷയെക്കുറിച്ച് ചിന്തിക്കാൻ ഓരോ കുടുംബങ്ങളെയും പരിശുദ്ധാത്മാവെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ഇതിന് തടസ്സം നിൽക്കുന്ന എല്ലാ നാരകീയ സേനകളെയും, എല്ലാ എതിർ ശക്തികളെയും, എല്ലാ പൈശാചിക വ്യൂഹങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ഈ നിമിഷങ്ങൾ കുടുംബങ്ങൾ വചനം കേൾക്കാൻ തടസ്സമുണ്ടാക്കി കുടുംബങ്ങളിൽ വിളയാടുന്ന എല്ലാ എതിർ ശക്തികളെയും യേശുവിൻ്റെ നാമം വച്ച് നിർവീര്യമാക്കുന്നു. എല്ലാ കുടുംബങ്ങളും പരിശുദ്ധാത്മാവ് നിറയട്ടെ. എല്ലാ വ്യക്തികളും അഭിഷേകം പ്രാപിക്കട്ടെ. എല്ലാ വ്യക്തികളും ഹൃദയം തുറക്കപ്പെടട്ടെ. എല്ലാ വ്യക്തികളും അന്തരാത്മാവ് ഉണരട്ടെ. വചനദാഹം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയ ആത്മീയ ഉണർവ് വീണ്ടും ഉജ്ജ്വലിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൽ 19 മുതൽ 21 വരെയുള്ള തിരുലിഖിതങ്ങൾ. ഭൂമിയിൽ നിക്ഷേപങ്ങൾ കരുതി വെക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കുക, അവിടെ തുരുമ്പും കീടങ്ങളും നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്ത് ഒരു വലിയ ധനാഢ്യനായ വ്യക്തിയെ അച്ഛൻ പരിചയപ്പെട്ടു. ആ വ്യക്തി പലതരത്തിലുള്ള രോഗപീഠകളും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം അച്ഛനോട് സംസാരിച്ച സമയമൊക്കെയും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉൾത്തടങ്ങളിൽ നിന്ന് വലിയൊരാഗ്രഹം അദ്ദേഹം പ്രകാശിപ്പിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, ജീവൻ്റെ ഗ്രന്ഥത്തിൽ എനിക്ക് പേര് വേണം. എൻ്റെ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ എനിക്ക് യുഗായുഗങ്ങളോളം ജീവിക്കണം. എനിക്ക് നിത്യജീവൻ വേണം. അതിനുവേണ്ടി ഈ ഭൂമിയിൽ എന്തും ത്യജിക്കാൻ തയ്യാറാണ്. എൻ്റെ ബിസിനസ് ഉപേക്ഷിക്കണോ, ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. എൻ്റെ പണം ഉപേക്ഷിക്കണോ, ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. എൻ്റെ സ്വഭാവങ്ങൾ ഉപേക്ഷിക്കണോ, ഏത് സ്വഭാവം വേണമെങ്കിലും ഉപേക്ഷിക്കാൻ തയ്യാറാണ്. എനിക്കൊരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, എനിക്ക് എൻ്റെ യേശുക്രിസ്തുവിനോട് കൂടെ യുഗങ്ങളോളം ജീവിക്കണം. എനിക്ക് സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കേരളം കണ്ടിട്ടുള്ള വെച്ച് വലിയൊരു കോടീശ്വരൻ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പണത്തിന് വേണ്ടിയുള്ള ആഗ്രഹമല്ല. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകണം എന്നൊരു ആഗ്രഹം ഇതാ കത്തിജ്വലിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഇത് ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ശ്രേഷ്ഠ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. എനിക്ക് സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ വേണം, എൻ്റെ പേര് ജീവൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെടണം. ഞാൻ ഇങ്ങനെ പോയാൽ പോരാ, എൻ്റെ അധ്വാനങ്ങൾ സ്വർഗത്തിൽ അത് കരുതൽ നിക്ഷേപങ്ങളായി മാറണം എന്നുള്ളൊരു അഭിവാഞ്ച, എന്നൊരു ഉത്കടമായ ആഗ്രഹം ഹൃദയത്തിൽ ജ്വലിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ ഹൃദയങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുവിൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള വ്യക്തികളെ ഈ ഭൂമിയിൽ ദൈവം അത്യധികം ബഹുമാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ ആരെയാണ് ദൈവം ബഹുമാനിക്കുന്നത്? സഹോദരങ്ങൾ തങ്ങളുടെ തലവനെ ബഹുമാനിക്കുന്നു. കർത്താവാകട്ടെ തൻ്റെ ഭക്തനെയും. കർത്താവിനോട് കൂടെ വാഴാൻ, സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകാൻ, സ്വർഗത്തിൽ തനിക്ക് വേണ്ടി കരുതൽ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം മാനിക്കുന്നു. ദൈവം അവരെ ബഹുമാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ഇങ്ങനെയുള്ള വ്യക്തികൾ മരിക്കുമ്പോഴും ദൈവം തൻ്റെ സ്നേഹത്തെ അവർക്ക് വേണ്ടി വെളിപ്പെടുത്തി കൊടുക്കുന്നത് അനേകം വ്യക്തികളുടെ സംഭവങ്ങളിൽ, ജീവിതങ്ങളിലെ മരണനിമിഷങ്ങളിലെ സംഭവങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 10-11 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. ഏലിയ എന്നൊരു മനുഷ്യൻ, കർത്താവിന് വേണ്ടി കത്തിജ്വലിച്ചൊരു മനുഷ്യൻ, കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചൊരു മനുഷ്യൻ, ഈ ഭൂമിയിൽ തനിക്ക് വേണ്ടി ഒന്നും കരുതി വെക്കാത്തൊരു മനുഷ്യൻ, സ്വർഗത്തിൽ കരുതലിനെ ശേഖരിച്ചവൻ, സ്വർഗത്തിൽ നിക്ഷേപത്തെ കൂട്ടിയവൻ, ഭൂമിയിൽ ആരെയും ഭയപ്പെടാത്തവൻ, ഭൂമിയിൽ എപ്പോഴും ദൈവത്തെ ഓർത്ത് നടന്നവൻ, ദൈവവിചാരത്തോടെ വ്യാപരിച്ചവൻ, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ വിശ്വാസം അർപ്പിച്ചവൻ ഏലിയ. അവൻ മരിക്കുന്ന നിമിഷങ്ങളിലേക്ക് അടുത്തു വന്നു. അവൻ്റെ മരണ നിമിഷങ്ങൾ അടുത്തപ്പോൾ കർത്താവ് അവനോടുള്ള തൻ്റെ അത്ഭുത സ്നേഹത്തെ വെളിപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിച്ച് സകല ജാതികളുടെയും സകല ജനതകളുടെയും സകല തലമുറകളുടെയും മുമ്പിൽ സ്വർഗത്തിൽ നിക്ഷേപമുള്ള തൻ്റെ പൈതലിനെ തൻ്റെ ദൈവം എങ്ങനെ മാനിക്കുമെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെ ഏലിയായുടെ മരണ നിമിഷങ്ങളെ ദൈവം മറ്റെല്ലാവരുടെയും മരണ നിമിഷങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെട്ടൊരു നിമിഷമാക്കി മാറ്റി. അതാണ് രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ തിരുലിഖിതം. ഏലിയ, എലീഷ ഇവർ രണ്ടുപേർ ഒരുമിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വചനം പഠിപ്പിക്കുകയാണ്, അവർ സംസാരിച്ചു കൊണ്ട് പോകുമ്പോൾ അതാ ഒരു ആഗ്നേയ രഥവും ആഗ്നേയ അശ്വങ്ങളും അവരെ വേർപ്പെടുത്തി. അവർ സംസാരിച്ചു കൊണ്ട് പോകുമ്പോൾ അതാ ഒരു ആഗ്നേയ രഥവും ആഗ്നേയ അശ്വങ്ങളും അവരെ വേർപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വചനം പഠിപ്പിക്കുന്നു, ഏലിയ ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ഉയർന്നു. ആഗ്നേയ രഥങ്ങളിൽ, സ്വർഗീയ രഥത്തിൽ ഏലിയായെ ദൈവം തൻ്റെ സന്നിധിയിലേക്ക് സ്വീകരിച്ച്, പ്രൈസ് ദി ലോർഡ്, മറ്റുള്ള എല്ലാവരിൽ നിന്നും വ്യത്യാസപ്പെട്ട ഒരു മരണം ഏലിയായ്ക്ക് വേണ്ടി കർത്താവ് ഒരുക്കി. തൻ്റെ പ്രിയപ്പെട്ടവരുടെ മരണ നിമിഷങ്ങളിലും കർത്താവ് തൻ്റെ പ്രിയരെ ബഹുമാനിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു വ്യക്തിയുടെ മരണ നിമിഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. വിശുദ്ധ ലിഖിതങ്ങളിൽ നാം വായിക്കുന്ന അത്ഭുതകരമായ ദൈവിക ഇടപെടൽ നിറഞ്ഞ ഒരു രംഗമാണ് എസ്തപ്പാനോസിൻ്റെ മരണരംഗം. എസ്തപ്പാനോസിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്ന എങ്ങനെയാണ്? അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു, അവൻ തീഷ്ണത നിറഞ്ഞവനായിരുന്നു. ഏലിയ ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുള്ളവനായിരുന്നു. എസ്തപ്പാനോസ് ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുള്ളവനായിരുന്നു. അവൻ ലോകത്തിൻ്റെ ചപ്പ് ചവറുകൾക്ക് വേണ്ടി തൻ്റെ ജീവിതത്തെ ഒരു സെക്കൻഡ് പോലും വിട്ടുകൊടുക്കാതെ അവനൊരു തീക്കട്ട പോലെ എരിഞ്ഞ് ഈ ഭൂമി ജീവിച്ചവനാണ്. ഹല്ലേലൂയ. ദൈവത്തെ പ്രതി എരിഞ്ഞുകൊണ്ടിരുന്നൊരു ജീവിതമായിരുന്നു എസ്തപ്പാനോസിൻ്റെ ജീവിതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിൻ്റെ വെറിക്കൂത്തുകളിൽ മുഴുകുന്നവർ, ഈ ലോകത്തിൻ്റെ സുഖങ്ങളും ഈ ലോകത്തിൻ്റെ നന്മകളും ഈ ലോകത്തിൻ്റെ ഐശ്വര്യത്തിലെല്ലാം മനം മയങ്ങി കടന്നിരുന്ന ഒരു ജനപറ്റത്തിന് നടുവിൽ, ഒരു ജനതയുടെ നടുവിൽ ഈ ലോകത്തിനേക്കാൾ അപ്പുറത്ത് സ്വർഗത്തിലൊരു ജീവിതമുണ്ടെന്നും ആ ജീവിതത്തിന് വേണ്ടി ഞാൻ എൻ്റെ യേശു ക്രിസ്തുവിനോട് ചേർന്ന് യേശു ക്രിസ്തുവിന് യോഗ്യമായ വിധം ഈ ഭൂമിയിൽ നിലകൊള്ളുമെന്നും തൻ്റെ മനസ്സിൽ നിശ്ചയിച്ച് ഈ ലോകത്തിൽ മറ്റെല്ലാവരിൽ നിന്നും വേറിട്ട് ജീവിച്ച എസ്തപ്പാനോസ്, ആ എസ്തപ്പാനോസ് കർത്താവായ യേശു ക്രിസ്തുവിന് സാക്ഷിയായി തൻ്റെ ജീവിതത്തെ അർപ്പിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ മതവിരോധികൾ വലിയ കുതന്ത്രങ്ങൾ ഒരുക്കി, അദ്ദേഹത്തിൻ്റെ മേൽ കുറ്റങ്ങൾ ആരോപിച്ച്, അദ്ദേഹത്തിൻ്റെ മേൽ തൻ്റെ ലോകം ആരോപിക്കാവുന്ന എല്ലാ തിന്മകളും ആരോപിച്ചു. അങ്ങനെ ഈ ഭൂമിക്ക് പുറത്ത് വെച്ചേക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന രംഗമാണ് അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായത്തിൽ നാം കാണുന്നത്. അതിൽ 56-ാമത്തെ വാക്യം, മരണത്തിൻ്റെ വക്കത്തെത്തിയ എസ്തപ്പാനോസ് അവൻ മരണത്തോടടുത്തപ്പോൾ അവൻ കണ്ണുകൾ ഉയർത്തി, അതാ ആകാശം പിളർന്ന് സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതും പിതാവിൻ്റെ വലതുഭാഗത്ത് മനുഷ്യപുത്രൻ നിൽക്കുന്നതും അവൻ കാണുന്നു. അവൻ കണ്ട കാര്യം അതുപോലെ തന്നെ അവൻ വിളിച്ചു പറഞ്ഞു. അതാണ് അപ്പോസ്തല പ്രവർത്തനം 7:56 നാം വായിക്കുന്നത്. വചനത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇതാ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതും പിതാവിൻ്റെ വലതുഭാഗത്ത് മനുഷ്യപുത്രൻ നിൽക്കുന്നതും ഞാൻ കാണുന്നു. എസ്തപ്പാനോസിൻ്റെ മരണം മറ്റെല്ലാവരുടെയും മരണത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടൊരു മരണമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പിതാവ്, തൻ്റെ പ്രിയരെ മരണനിമിഷങ്ങളിൽ പോലും ബഹുമാനിക്കുന്ന ദൈവം
എസ്തപ്പാനോസിന്റെ മരണസമയത്ത് എസ്തപ്പാനോസിന്റെ അരികിലേക്ക് ഇതാ സ്വർഗം പിളർന്ന് ഇറങ്ങി വരികയാണ്. ജോർദാൻ നദിക്കരയിൽ യേശു ക്രിസ്തു സ്നാനമേറ്റപ്പോൾ സ്വർഗം പിളർന്ന് ദൈവത്തിന്റെ ശക്തി അവന്റെ മേൽ പ്രവഹിച്ചതുപോലെ, ഇറങ്ങിയതുപോലെ ഇതാ എസ്തപ്പാനോസിന്റെ മരണനിമിഷത്തിൽ സ്വർഗം പിളർന്ന് പിതാവിന്റെ വലത് ഭാഗത്ത് നിന്ന് മനുഷ്യപുത്രൻ എസ്തപ്പാനോസിന്റെ അരികിലേക്ക് ഇതാ വരുന്നു. ക്ഷണനേരം കൊണ്ട് യേശു ക്രിസ്തു എസ്തപ്പാനോസിന്റെ അരികത്തെത്തി. എസ്തപ്പാനോസ് മുട്ടുകുത്തി തൻ്റെ ആത്മാവിനെ യേശു ക്രിസ്തുവിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചിട്ട് എസ്തപ്പാനോസ് പറഞ്ഞു, കർത്താവായി യേശുവേ, എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ കൈകളിലേക്ക് ഇതാ തരുന്നു. എസ്തപ്പാനോസ് മരിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യത്യാസപ്പെട്ട ഒരു മരണം. ദൈവമക്കളെ, എന്താ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഈ കാലങ്ങളിൽ ഈ ലോകം എന്ന ചിന്ത? മരിക്കുന്ന ഭവനത്തിലേക്ക് ആര് വരുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? പോത്തിന്റെ പുറത്ത് ആരാണ് മരിക്കുന്ന വീട്ടിലേക്ക് വരണത്? യമനോ കാലനോ? കാലനില്ലാത്ത കാലം എന്ന കുഞ്ചൻ നമ്പ്യാരുടെ ആ കവിതയിൽ എന്താണ് നാം വായിച്ചിരിക്കുന്നത്? മരിക്കുന്ന സമയത്ത് ജീവനെ കൊണ്ടുപോകാൻ ആര് വരുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? മരിക്കുന്ന വീടിൻ്റെ അടുത്ത് പട്ടി ഓരിയിടുമ്പോൾ എന്താണ് നിങ്ങൾ പറയുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാലം കൂവലായിട്ട് തന്നെ ചിത്രീകരിക്കരുത്. യേശു ക്രിസ്തുവിന് യോഗ്യമായ വിധം ജീവിക്കുന്ന ഒരു വ്യക്തി മരിക്കുമ്പോൾ കാലനല്ല, യേശു ക്രിസ്തു അവന്റെ അരികിലേക്ക് വരും. യേശു ക്രിസ്തു അവനെ തൻ്റെ കൈകളിൽ സ്വീകരിക്കും. യേശു ക്രിസ്തു അവനെ തൻ്റെ പിതാവിൻ്റെ നിത്യകൂടാരങ്ങളിൽ അവനെ സ്ഥിരമാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 56-ാം വാക്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യത്യാസപ്പെട്ട ഒരു മരണമാണ് നാം ഇവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു തന്നെ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട രംഗം നിങ്ങൾ എന്തുകൊണ്ട് പഠിക്കുന്നില്ല? എങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം ഈ ലോകത്തിൽ നിന്ന് വേർപെടുത്തിയത്? വിശുദ്ധ ലിഖിതത്തിൽ അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിൽ 9-ാമത്തെ തിരുലിഖിതം, അവിടെ ഇതാ യേശു തൻ്റെ അപ്പോസ്തലന്മാർക്ക്, തൻ്റെ പ്രിയപ്പെട്ടവരോടുള്ള അവസാനത്തെ ഡിസ്കോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമിയിൽ വെച്ച് യേശു ക്രിസ്തു നേരിട്ട് നൽകുന്ന അവസാനത്തെ ചില നിർദ്ദേശങ്ങളാണത് അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിൽ 8-9 വാക്യങ്ങളിൽ നാം കാണുന്നത്. അങ്ങനെ യേശു ക്രിസ്തു അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനം ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്: പെട്ടെന്ന് ഒരു മേഘം വന്ന് അവനെ അവരുടെ ഇടയിൽ നിന്ന് സംവഹിച്ചു. അപ്പോസ്തല പ്രവർത്തനം 1-9 വാക്യം. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരു മേഘത്തിൽ അവൻ സംവഹിക്കപ്പെട്ടു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മേഘം എന്ന് വിശുദ്ധ ബൈബിളിൽ വെളിപ്പെടുത്തുമ്പോൾ അത് ദൈവ സാന്നിധ്യത്തിൻ്റെ ഇറങ്ങി വരവിനെ ഉദ്ദേശിക്കുന്നു. ഹല്ലേലൂയ. സമാഗമ കൂടാരത്തിലേക്ക് മേഘം ഇറങ്ങി എന്ന് പറയുമ്പോൾ ദൈവം ഇറങ്ങി എന്ന് തന്നെ, ദൈവ സാന്നിധ്യം ഇറങ്ങി എന്ന് തന്നെ ദൈവവചനം ദ്യോതിപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു ക്രിസ്തുവിനെ ദൈവ സാന്നിധ്യം ഇറങ്ങി സംവഹിച്ചു. മേഘം അവനെ മറച്ച് അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ 2 ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്ന രംഗം തുടർന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു: അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിൽ പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിന്റെ പ്രത്യേകത എന്തായിരുന്നു? എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ മരണനിമിഷങ്ങളിൽ യേശുക്രിസ്തുവിനെ കലർന്ന് ഉയർപ്പിച്ച് യേശുക്രിസ്തുവിനെ സ്വർഗ മഹത്വത്തോടെ സ്വർഗാരോഹണത്തിന് വേണ്ടി സ്വർഗം ഇത്രമാത്രം വലിയ ഗംഭീരമായ സാഹചര്യം ഒരുക്കിയത് എന്തുകൊണ്ടാണ്? പ്രിയപ്പെട്ട ദൈവമക്കളെ, വചനത്തിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം എന്നായിരുന്നു യേശുക്രിസ്തുവിന്റെ അടിസ്ഥാന പ്രമാണം. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ ജഡത്തിന്റെ വെറിക്കൂത്തുകളിലായിരുന്നില്ല യേശു അഭിമാനം കൊണ്ടത്. ഈ ഭൂമിയിൽ കുറെ അധികാരം വെട്ടിക്കൂട്ടുന്നതിനായിരുന്നില്ല യേശു അഭിമാനം കൊണ്ടത്. ഈ ഭൂമിയിൽ എല്ലാവരുടെ കയ്യടി പിടിച്ചു വാങ്ങുന്നതിനായിരുന്നില്ല യേശു അഭിമാനം കൊണ്ടത്. യേശു ഈ ഭൂമി പ്രവർത്തിച്ചത് പിതാവിൻ്റെ ഇഷ്ടം
പൂർത്തിയാക്കാൻ വേണ്ടി അവൻ പ്രവർത്തിച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ മരണത്തിൽ സ്വർഗം അവനെ ബഹുമാനിച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലിഖിതത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 19 മുതൽ 31 വരെയുള്ള ഭാഗങ്ങളിൽ ഒരു രംഗം വിവരിക്കുന്നുണ്ട്. ധനവാന്റെയും ലാസറിൻ്റെയും രംഗം. അതിൽ ഈ ഭൂമിയിൽ ഒരുപാട് ക്ലേശം സഹിച്ച് എളിമപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധി എളിമയുടെയും ഒത്തിരി ദൈവത്തിൽ ആശ്രയിച്ച ഒരു മനുഷ്യൻ്റെ കഥയുണ്ട്. ലാസർ ഒത്തിരി ദാരിദ്ര്യത്തിലും വേദനയിലും കഴിഞ്ഞിരുന്ന മനുഷ്യൻ. എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് ലൂക്കായുടെ സുവിശേഷം രേഖപ്പെടുത്തുന്നത്? ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 22-ാം വാക്യം, ദരിദ്രൻ മരിച്ചു, ദൈവദൂതന്മാർ വന്ന് അവനെ സംവഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ ഞെരുക്കത്തിലും കഷ്ടതയിലും ക്ലേശത്തിലും രോഗത്തിലുമാണ് ഇരിക്കുന്നതെങ്കിലും ആ രോഗത്തിൽ ആ കഷ്ടതയിരിക്കുന്ന ആ മകനെയും ബഹുമാനിക്കുന്നതിൽ ദൈവം മുന്നിട്ട് എന്ന് പറഞ്ഞാൽ ദൈവപുത്രന്മാർക്കും പ്രവാചകന്മാർക്കും മാത്രമല്ല ദൈവം മരണസമയത്ത് അത്യുന്നത ബഹുമാനം കൊടുക്കുന്നത്. ഒരു കഷ്ടത, ഒരു ക്ലേശം, ഒരു ധർമ്മക്കാരനാണെങ്കിൽ പോലും അവൻ തൻ്റെ ഹൃദയത്തിൽ ദൈവത്തോട് ചേർന്ന്, അവൻ തൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് സ്വീകാര്യനായി, അവൻ തൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് പ്രിയനായി ജീവിച്ചാൽ അവൻ മരിക്കുമ്പോൾ ദൈവം ആ വ്യത്യാസം ലോകത്തിൽ കാണിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയനെ, ഒരുപക്ഷെ നീ ഒരു കുട്ടിയായിരിക്കാം, ഒരുപക്ഷെ നീ ഒരു യുവാവായിരിക്കാം, ഒരുപക്ഷെ നീ ഒരു കുടുംബനാഥനായിരിക്കാം, ഒരു കുടുംബനാഥയാകാം, ഒരു ഉദ്യോഗസ്ഥനായിരിക്കാം, ഒരു ഭരണകർത്താവായിരിക്കാം, ആരുമാകട്ടെ, ജീവിതത്തിൽ ഏത് തുറയിൽപ്പെട്ടവനായാലും ഈ ഭൂമിയിൽ വ്യത്യാസപ്പെട്ട് ജീവിച്ചാൽ മരണനിമിഷങ്ങളെ ദൈവം വ്യത്യാസപ്പെടുത്തും. ഇത് സങ്കീർത്തന ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നുണ്ട്. 116-ാം സങ്കീർത്തനത്തിൽ 15-ാമത്തെ തിരുലിഖിതത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. 116:15 സങ്കീർത്തനം രേഖപ്പെടുത്തുന്നു, തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 26 മുതൽ 28 വരെ തിരുലിഖിതങ്ങൾ, മൃത്യുദിനത്തിലും പ്രവൃത്തിക്കൊത്ത പ്രതിഫലം നൽകാൻ കർത്താവിന് കഴിയും. ജീവിതാന്ത്യത്തിൽ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടും. മരിക്കുന്നതിന് മുമ്പ് ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത്. മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവവൈതലേ, ഇപ്പോൾ ഒന്ന് ചിന്തിക്കുക. നിന്റെ ജീവിതം കർത്താവിന് യോഗ്യമായ ജീവിതമാണോ? ഈ ഭൂമിയിൽ നീ അധ്വാനിക്കുക എന്തിനു വേണ്ടിയാണ്? സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതുന്ന ഒരു ജീവിതമാണോ നിന്റെ ജീവിതം? സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് ഈ ജീവിതം എന്ന് ചിന്തിക്കുന്നുണ്ടോ? അതോ ഈ ലോകത്തിന്റെ മായാവലയങ്ങളിൽപ്പെട്ട് ഈ ലോകത്തിൽ നശിക്കുന്ന ഒരു ജീവിതമാണോ? ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ലോകത്തിൻ്റെ ഓരോ തരത്തിലുള്ള തിന്മയുടെ കെട്ടുകളിൽ കുടുങ്ങി നശിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആത്മാക്കളുടെ മേലും സ്വർഗത്തിൻ്റെ ശക്തി പ്രവഹിക്കട്ടെ കർത്താവേ. തൻ്റെ ജീവിതത്തിൽ പിതാവിന് യോഗ്യമായ വിധം ഈ ഭൂമിയിൽ മറ്റു മനുഷ്യരിൽ നിന്ന് വേറിട്ടൊരു ജീവിതം നയിച്ച് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി, എൻ്റെ പിതാവിൻ്റെ മനസ്സ് നിറവേറ്റി ജീവിക്കാൻ തക്കവണ്ണം ഹൃദയത്തിൽ ഒരുങ്ങാൻ ഓരോ മകനെയും മകളെയും ഓ ദൈവമേ പരിശുദ്ധാത്മാനയച്ച് ഇപ്പോൾ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുംഭസാരം ഉപേക്ഷിച്ച്, കൂദാശകൾ ഉപേക്ഷിച്ച്, വചനം വായിക്കാതെ, സന്ധ്യാപ്രാർത്ഥന ഇല്ലാതെ തന്നിഷ്ടപ്രകാരം തോന്നിവാസികളായി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓ പിതാവേ, ഈ നിമിഷങ്ങളിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങയുടെ മക്കളുടെ മേൽ അത്ഭുത അഭിഷേകം വ്യാപരിക്കട്ടെ. ഒരു തിരിച്ചു നടപ്പ്, ഒരു പിന്തിരിവ്, ഒരു മാനസാന്തരത്തിന്റെ അത്ഭുതകരമായ തുറവി ഇപ്പോൾ അങ്ങയുടെ മക്കൾക്ക് ലഭിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവെ സ്പർശിക്കണമേ, ഇപ്പോൾ സ്പർശിക്കണമേ, ഹൃദയങ്ങളെ സ്പർശിക്കണമേ കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ നിമിഷങ്ങളിൽ യേശുവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ പിതാവായ ദൈവം യേശു ക്രിസ്തുവിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി അത്ഭുതകരമായ സ്വർഗീയ ശക്തി നമ്മുടെ മേൽ വർഷിക്കുന്നു. ഈ കഴിഞ്ഞ നാളുകളുണ്ടായ ഒരു അനുഭവം ഒരു വ്യക്തിയെ എഴുതിയിരിക്കുന്ന നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ജൂബി സി ലോനപ്പൻ. എനിക്ക് 22 വയസ്സായി. എനിക്ക് ഹൃദയത്തിൻ്റെ ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട്.
പിന്നെ മൂക്കിന് ശ്വാസം കിട്ടാതെ ഞാൻ വലയുകയായിരുന്നു. എൻ്റെ മൂക്കിൻ്റെ ശ്വാസതടസ്സം മാറാൻ വീണ്ടും എൻ്റെ മൂക്കിന് ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എൻ്റെ മൂക്കിൻ്റെ അസ്വസ്ഥത മാറിയില്ല. എൻ്റെ മൂക്ക് ശ്വാസം വലിക്കാൻ തടസ്സങ്ങൾ എനിക്ക് എപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ശ്വാസം കിട്ടാതെ വിഷമിക്കുന്ന സമയത്ത് ഞാൻ ഡോക്ടറെ വീണ്ടും കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ശസ്ത്രക്രിയ കൂടെ വേണ്ടി വരും എന്ന് പറഞ്ഞു. ഞങ്ങളും കുടുംബാംഗങ്ങളെല്ലാം വിഷമത്തിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാത്രിയിൽ ശ്വാസം വലിക്കാനോ പകലൊരു വെള്ളം കുടിക്കാൻ പോലുമോ പറ്റാതെ ഞാൻ ശ്വാസം കിട്ടാതെ വിഷമിക്കുമ്പോൾ ഷാലോം ചാനലിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ അനേകർ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടു. ഞാനും അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് ടീമിനോട് ചേർന്ന് യേശുവിനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ സമയത്ത് എൻ്റെ കണ്ണിൽ നിന്ന് ധാരാളം വെള്ളം വരുന്ന ഒരനുഭവം, കണ്ണുനീർ ഒഴുകുന്ന അനുഭവം ഉണ്ടായി. ആരാധന സമയത്ത് ഞാൻ കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ യേശു എന്നെ സ്പർശിച്ചു. ആ നിമിഷം മുതൽ ഇന്ന് വരെ മൂക്കിലൂടെ ശ്വസിക്കാനുള്ള എല്ലാ തടസ്സങ്ങളും വിട്ടുമാറി. പിന്നെ എനിക്ക് ശസ്ത്രക്രിയ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇന്ന് ഞാൻ പൂർണ്ണ സൗഖ്യമുള്ളവളായിരിക്കുന്നു. ജൂബി സി ലോനപ്പൻ, ചെറിയത് ഹൗസ്, കോലഴി. രണ്ട് കരങ്ങളും യേശുക്രിസ്തുവിൻ്റെ പക്കലേക്ക് ഉയർത്തി യേശുക്രിസ്തുവിൻ്റെ അത്ഭുത ശക്തി കൊണ്ട് ഈ നിമിഷങ്ങളിൽ വിടുതൽ സംഭവിക്കാൻ വേണ്ടി എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ വിഷമം എന്ത് തന്നെയാണെങ്കിലും, നിങ്ങളുടെ കുടുംബത്തിലെ പ്രയാസം എന്ത് തന്നെയാണെങ്കിലും ആ പ്രയാസത്തിലേക്ക് ദൈവത്തിൻ്റെ അത്യത്ഭുത ശക്തി പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ അത്ഭുതകരമായ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. കർത്താവേ, ഒത്തിരി കാലങ്ങളായി അന്ധകാരത്തിലും പാപത്തിലും രോഗത്തിലും നിത്യജീവൻ്റെ നഷ്ടത്തിലും കിടക്കുന്ന കുടുംബങ്ങളെ ഇപ്പോൾ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ കുടുംബങ്ങളിലും സാത്താൻ വെച്ചിരിക്കുന്ന കെണികളും തന്ത്രങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ആത്മീയ ഉണർവ് നഷ്ടപ്പെട്ട മക്കളുടെ മേൽ ദൈവശക്തി പ്രവഹിക്കട്ടെ. ആത്മീയ മന്ദത ബാധിച്ചവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഓ കർത്താവെ, രോഗികളുടെ മേൽ അത്ഭുത ശക്തി നിറയട്ടെ. ആശുപത്രിയിൽ കിടക്കുന്നവരുടെ മേൽ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. കിടപ്പ് രോഗികളായി കിടക്കുകൾ കിടന്ന് നിലവിളിക്കുന്നവരുടെ മേൽ ഇപ്പോൾ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. വിശ്വാസത്തോടെ എല്ലാവരും കരങ്ങൾ ഉയർത്തുക, ഉറക്കെ വിളിക്കുക. ഓരോരുത്തരുടെ വ്യക്തിപരമായ വേദനകളിലേക്ക്, വ്യക്തിപരമായ ദുഃഖപീഠകളിലേക്ക് കർത്താവിൻ്റെ അത്ഭുത ശക്തി പ്രവഹിക്കുന്നു. ഉറക്കെ വിളിക്കട്ടെ, യേശുവിനെ വിളിക്കട്ടെ, വിശ്വാസത്തോടെ വിളിക്കട്ടെ. മകനെ, മകളെ, ആയിരങ്ങൾ ലക്ഷങ്ങൾ ഒന്നിച്ച് യേശുവിനെ വിളിക്കുന്ന സമയമാണ്. ലക്ഷങ്ങളോടുകൂടെ ഇപ്പോൾ ഉറക്കെ യേശുവിനെ വിളിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ അത്ഭുത നാമത്തിൽ പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ. അങ്ങയുടെ അത്ഭുത നാമത്തിൽ തിന്മയുടെ ബന്ധനങ്ങൾ അഴിയട്ടെ. അങ്ങയുടെ അത്ഭുത നാമത്തിൽ രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. അങ്ങയുടെ അത്ഭുത നാമത്തിൽ പരിശുദ്ധാത്മാഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന.